ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമരപരമ്പര നടത്തും. ഇതിനു മുന്നോടിയായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA എന്നിവർക്ക് നിവേദനം നൽകി. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി COAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 13 KSEB ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തും. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച് ദേശീയ തലത്തിൽ 5ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷനുകൾ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനത്തുമാണുള്ളത്. ഇത്രയും മികച്ച രീതിയിലുള്ള സേവനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേബിൾ TV മേഖലയെ തച്ചുടയ്ക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് KSEB മുന്നോട്ട് വെക്കുന്നത്. ഇതുമൂലം 6, 12 ഫൈബറുകൾ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടിത്തുക നൽകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നു. എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും 96ഉം 192ഉം ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടാണ് KSEB സ്വീകരിച്ചിട്ടുള്ളത്. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEBയുടെ ഈ നിലപാടിനെതിരെ സമര പരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർ സമരം നടത്തുവാനുമാണ് COA തീരുമാനിച്ചിട്ടുള്ളത്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി COAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 13 KSEB ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA എന്നിവർക്ക് നേരിട്ടെത്തി നിവേദനം നൽകി. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് KSEBയുടെ നിരക്ക് താങ്ങാൻ പറ്റുന്നതല്ലെന്നും 100% ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് COA സമരത്തിനൊരുങ്ങുന്നതെന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. അത് ആവശ്യമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ KSEBയുടെ നിരന്തരമായ പീഡനം എന്ന് തന്നെ പറയാം. ആ പീഡനം സഹിക്കവയ്യാതെയാണ് ഇവരിപ്പോൾ ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയാവുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് അന്ന് അസംബ്ലി സമ്മേളനമായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. ആ സമരത്തിൽ ഞാൻ പങ്കെടുക്കും, എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ഇനിയുള്ള എല്ലാ നാളുകളിലും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടലുണ്ടാകും. കേബിൾ TV ഓപ്പറേറ്റർമാർ വലിയ കുത്തകകളുടെ കടന്നുവരവോടുകൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും KSEBയുടെ നിരക്ക് വർധന അശാസ്ത്രീയമായ രീതിയിലാണെന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും AKM അഷ്റഫ് MLA അറിയിച്ചു. ഇന്ന് വലിയ കുത്തകളുടെ വരവോടുകൂടി ആ മേഖല വലിയ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഭാരവാഹികളുമായി ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും KSEBയുടെ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടെ ചാർജ് കൂട്ടുന്നു. പോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതാത് കാലങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ മേഖല മുഴുവനും തകർക്കുന്ന രീതിയിലുള്ള നിരന്തരമായ ഉത്തരവുകളും അശാസ്ത്രീയമായ ഇടപെടലുകളുമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഈ 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിൽ മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് ഞാനും പങ്കെടുക്കുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇക്കാര്യം തീർച്ചയായും അവരെന്നോട് ബോധിപ്പിച്ച കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. നിയമസഭയിലും കഴിയുന്നെങ്കിൽ ഈ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തും. 17 മുതൽ 21 വരെ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് COAയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം MLA മാരെ നേരിൽ കണ്ട് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.